ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ അമ്മ ശ്രീതു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ശ്രീതുവിന്റെ അറിവോടെയാണ് കൊലപാതകമെന്ന കേസിലെ 1-ാം പ്രതിയായ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ മൊഴി നൽകിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് കുട്ടിയുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ ശ്രീതുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, ഇപ്പോൾ ശ്രീതു റിമാൻഡിലാണ്, പക്ഷേ അന്വേഷണവുമായി ഇവർ സഹകരിക്കുന്നില്ല എന്നാണല്ലോ അന്വേഷണ സംഘം പറയുന്നത്. അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? അമൃത, തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഈ സംഭവം നടന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതി ഹരികുമാറിലേക്ക്, കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മാവൻ ഹരികുമാറിലേക്ക് ബാലരാമപുരം പോലീസ് എത്തിയതാണ്. അന്ന് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ്. പോലീസ് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. അന്ന് ഈ കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണം നയിച്ചിരുന്ന റൂറൽ എസ് പി സുദർശനൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. തുടക്കം മുതൽ തന്നെ പ്രതി ഹരികുമാർ പറയുന്നത് ഇത് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. ശ്രീതുവിന് ഇതെല്ലാം അറിയാമായിരുന്നുവെന്ന് ഹരികുമാർ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ അത് സാധൂകരിക്കുന്ന തെളിവുകൾ അന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഹരികുമാർ മാത്രമാണ് പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ഹരികുമാറിനെ റിമാൻഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തി വരികയും ഒക്കെയായിരുന്നു. അതിനിടയിലാണ് ശ്രീതുവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ശ്രീതുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ശ്രീതു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലാവുകയും അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തത്. അതിനിടയിലാണ് ഹരികുമാർ ഇടയ്ക്ക് ദേവേന്ദ്രന്റെ കൊലപാതകത്തിനകത്ത് ശ്രീതുവിന് പങ്കുണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും അതിനകത്ത് പോലീസിന് കൃത്യമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന കൊലപാതകത്തിൽ ശ്രീതുവിനും പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയത്. അതിന് പിന്നാലെയാണ് ശ്രീതുവിനെ പാലക്കാട് നിന്ന്, തമിഴ്നാട് പാലക്കാട് ബോർഡർ നിന്ന് ഇപ്പോൾ ബാലരാമപുരം പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടി ശ്രീതുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ശ്രീതുവിനെ ഇപ്പോൾ ഈ പറയുന്ന കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത ശ്രീതുവിനെ 2 ദിവസത്തിനകം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള, തിങ്കളാഴ്ച തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. നിലവിൽ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ ശ്രീതു അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അതുതന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ശ്രീതു ഒരു തരത്തിലും അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളത് പോലീസ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അമൃത.